ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അത് അറിയായിരിക്കും. സോ ഇന്നൊരു പ്ലാൻ കെയർ ഡേ വീഡിയോ ആണ്. വീഡിയോ ഫുൾ കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. 1 വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ എൻ്റെ പ്ലാന്റ്സ് എല്ലാം എടുത്ത് വാട്ടറൊക്കെ ചെയ്ത് ലീവ്സ് എല്ലാം പൊടിയൊക്കെ കളഞ്ഞ് അങ്ങനെ കുറച്ച് കെയറൊക്കെ കൊടുക്കും. എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ഇൻഡോർ പ്ലാന്റ്സ്. ഔട്ട്ഡോറും ഇഷ്ടമാണ്. ബട്ട് സമ്മർ ആയപ്പോഴത്തേക്ക് ബാൽക്കണിയിലുള്ള ഓൾമോസ്റ്റ് പ്ലാന്റ്സ് എല്ലാം ചീത്തയായി. ഇപ്പം കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഔട്ട്ഡോറിൽ. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പ്ലാന്റ്സ് വാങ്ങാൻ പോകുന്ന വീഡിയോയും അതുപോലെ വീട്ടിലുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്, എവിടെ നിന്നാണ് പ്ലാന്റ്സ് വാങ്ങുന്നതെന്നും അതുപോലെ ഏതാണ് ലോ മെയിൻ്റനൻസ് പ്ലാന്റ്സ് എന്നും അതുപോലെ കോസ്റ്റ് കുറഞ്ഞുള്ള ഏതെങ്കിലും നഴ്സറി ഉണ്ടോ എന്നും ഒക്കെ കുറേ മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. ഞാൻ ജനുവരിയിലാണ് ഇവിടെ ദുബായിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അതിന് മുമ്പ് വരെ ഞാൻ അബുദാബി ആയിരുന്നു സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അബുദാബി ഉള്ള സമയത്ത് എനിക്ക് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അബുദാബി മീന പോർട്ടിലുള്ള കുറേ പ്ലാൻ നഴ്സറീസ് ഉണ്ട്. അവിടെ നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ അവിടെയും കുറേ നഴ്സറീസ് ഉണ്ട്. പക്ഷേ ദുബായ് വെച്ച് കമ്പയർ ചെയ്യുമ്പം അവിടുത്തെ നഴ്സറി കുറച്ച് ചെറുതാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി എനിക്ക് ദുബായിലാണ് കുറേ വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ കണ്ടിട്ടുള്ളത്. ദുബായിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ വാങ്ങിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ദുബായ് വർസാനിലാണ്. വർസാനിൽ ഇഷ്ടം പോലെ നഴ്സറീസ് ഉണ്ട്. അതും ഭയങ്കര ഹ്യൂജാണ്. ഒരെണ്ണം തന്നെ ഭയങ്കര വലുതാണ് അബുദാബി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അബുദാബി നമുക്ക് ഒരു 2 hours ഓൾമോസ്റ്റ് എല്ലാ നഴ്സറിയും ഞാൻ കയറി പിന്നെ ഓരോന്ന് നോക്കി വാങ്ങിച്ച് പ്രൈസ് എല്ലാം കമ്പയർ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ദുബായ് വന്നതിന് ശേഷം ഓരോന്നും ഭയങ്കര വലുതാണ്. അപ്പം ഒരു നഴ്സറി കയറി ഒന്ന് നോക്കി എല്ലാം കൂടി എടുക്കുമ്പോൾ തന്നെ ഒരു 40 minutes 30 minutes ഒക്കെ എടുക്കും. അങ്ങനെ പോയി എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള നഴ്സറീസൊക്കെ ഉണ്ട്. എൻ്റെ കുറച്ച് ഫേവറേറ്റ് നഴ്സറീസ് ഉണ്ട് അവിടെ. കുറച്ച് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന കുറച്ച് നഴ്സറീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ കുറേ ഇൻഡോർ പ്ലാൻ വെറൈറ്റീസ് കിട്ടുന്ന ഇഷ്ടംപോലെ നഴ്സറീസ് ഉണ്ട്. ദുബായിൽ വർസാനിൽ ഗോവ ഗാർഡൻ എന്നും പറയുന്ന ഒരു നഴ്സറി ഉണ്ട്. അത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് നഴ്സറിയാണ്. അവിടെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഔട്ട്ഡോർ പ്ലാന്റ്സ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ നഴ്സറിയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് വെറൈറ്റീസ് ഓരോരോ നഴ്സറീസ് കാണും. അപ്പം ഗോവ ഗാർഡനിൽ നല്ല ഇൻഡോർ വെറൈറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ പ്രൈസും കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി പ്രൈസ് എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നുള്ളത് ഫൈൻ സിറ്റി. അവിടെ ഈ സ്ട്രിങ് ഓഫ് പേൾസ്, സ്ട്രിങ് ഓഫ് ഹാർട്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റെയർ ആയിട്ടുള്ള കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഇല്ലേ, അത് ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ബട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് കുറേ വെറൈറ്റീസ് ഉണ്ട്. അതൊന്നും ഞാൻ വേറെ വർസാനിലുള്ള വേറെ നഴ്സറീസിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ വേറെ ഒരെണ്ണം ബ്ലാക്ക് തുലിപ്സ്, ഈവൻ അവിടെയും കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അക്കേഷ്യ ഗാർഡൻസ് അവിടെ അടിപൊളിയാണ്. അത് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ കാണാൻ ഭയങ്കര രസമാണ്. അക്കേഷ്യയിൽ എസ്പെഷ്യലി പോട്ട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോട്ട്സ് അവൈലബിൾ ആണ്. അതും അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ഗാർഡനിലേക്ക് വേണ്ടിയുള്ള കുറേ ആക്സസറീസും ഗാർഡനിൽ ഉള്ള കുറേ ബേർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ആക്സസറീസ് ഉണ്ട്. ഈ 2 മാസമായിട്ട് ഞാൻ പോകുമ്പോഴൊക്കെ ഔട്ട്ഡോർ പ്ലാന്റ്സ് നോക്കാറില്ല. ആകെ ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. കാരണം ഔട്ട്ഡോർ പ്ലാന്റ്സ് ഈ ചൂടത്ത് വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് വാങ്ങിക്കുവാണെങ്കിൽ ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ 1st ഒക്കെ ആകുമ്പോഴത്തേക്ക് വാങ്ങിയാലേ അത് സർവൈവ് ചെയ്യൂ. ഇല്ലെങ്കിൽ ചൂടടിച്ച് ഫുള്ള് പോവും. ഈ ഒരു സാധനം എന്ന് പറയുന്നത് മോയ്സ്ചർ മീറ്ററാണ്. ഇത് ഞാൻ തെമൂന്ന് വാങ്ങിച്ചതാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഓവർ വാട്ടറും ചെയ്യരുത്, അതുപോലെ അണ്ടർ വാട്ടറും ചെയ്യരുത്. അപ്പോൾ നമ്മളാണെങ്കിൽ ജസ്റ്റ് നോക്കുക, വാട്ടർ ചെയ്യുമ്പോൾ നമ്മുടെ സോയിൽ ഒന്ന് നോക്കുക, ഡ്രൈ ആണോ അതോ വെറ്റാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ സോയിലിൽ വെള്ളം ഒഴിക്കാവൂ. ഒന്നെങ്കിൽ ഒരു കമ്പ് എടുക്കുക, എന്നിട്ട് സോയിലിനകത്തോട്ട് കുത്തി നോക്കുക കുറച്ച് ഡീപ്പായിട്ട്. എന്നിട്ട് തിരിച്ച് കമ്പ് എടുക്കുമ്പോഴത്തേക്ക് സോയിൽ വെറ്റാണെങ്കിൽ ആ കമ്പിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ കാണും, അല്ലെങ്കിൽ മണ്ണ് കാണില്ല. അപ്പം ഡ്രൈ ആണെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്കൊരു കൺഫ്യൂഷനുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു മീറ്റർ കിട്ടും. മോയ്സ്ചർ മീറ്റർ എന്ന് പറഞ്ഞ ഈ സാധനം നമുക്ക് തെമൂല് വാങ്ങിക്കാൻ കിട്ടും. തെമൂല് മാത്രമല്ല, വേറെയും കുറേ ആമസോണിലും അതുപോലെ കുറേ സൈറ്റ്സിലൊക്കെ കിട്ടും. ഈവൻ നമ്മൾ ഈ പ്ലാൻ നഴ്സറിയിലൊക്കെ പോവുകയാണെങ്കിൽ ചില നഴ്സറീസിലും അത് അവൈലബിൾ ആണ്. അപ്പം
അപ്പോൾ ആ മീറ്ററിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും ഡ്രൈ മോയിസ്റ്റ് വെറ്റ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. സോ ഇറ്റ്സ് ഈസി ഫോർ യു. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ആഴ്ചയിൽ ഞാൻ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചീത്തയായ ലീവ്സ് ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട്. പിന്നെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലോ മെയിൻ്റനൻസ്, നിങ്ങളിപ്പം പ്ലാന്റ്സ് സ്റ്റാർട്ടിംഗ് ആണ് മേടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് മണി പ്ലാന്റ്. മണി പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതേതാണെങ്കിലും ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ സ്നേക്ക് പ്ലാന്റ്, അത് ഭയങ്കര ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ ഇസഡ് പ്ലാന്റ് എന്ന് പറഞ്ഞ് ഉള്ളത്, അത് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇസഡ് പ്ലാന്റ്. കാരണം അത് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. കാരണം എത്രയും നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു അത്രയും അത് വളർന്നോളൂ. അങ്ങനത്തെ ഒരു പ്ലാന്റാണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ പ്ലാന്റ് കെയർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. See you with another video. Bye.